പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദയുടെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ വീട്ടിലെ ഏറ്റവും ചെറിയ പുത്രിയായ ദീപ്തി ആരും പറയാൻ മടിക്കുന്ന ആ ഒരു വിഷയം ഉന്നയിച്ചത്. അച്ഛാ, ചേച്ചിക്ക് കൊടുക്കേണ്ട ഷെയർ ഇനിയെങ്കിലും കൊടുക്കണം. ഇനിയും അവരെ തമ്മിൽ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത് വെറും മണ്ടത്തരമാണ്. ദീപ്തിയുടെ വാക്കുകൾ ആ ഒരു ഡൈനിങ് ടേബിളിൽ വെച്ച് പറയുന്ന സമയത്തിന് ഒരു ഇടിമിന്നൽ പോലെ മുഴങ്ങി. ശങ്കരൻ പെട്ടെന്നത് കേട്ട് ഞെട്ടി. എന്നിട്ട് ദേഷ്യവും അസ്വസ്ഥതയും ഒരുപോലെ മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അടുത്ത കസേരയിലേക്ക് ഇരുന്ന മകൻ ശ്രീകാന്തിനെ നോക്കി. ശ്രീകാന്തിന്റെ മുഖം ക്രോധം കൊണ്ട് വലിഞ്ഞു മുറുകി. എങ്കിലും ദീപ്തി പറഞ്ഞതിൽ നീതിയുടെ ഒരു കണികയുണ്ടെന്ന് ശങ്കരന്റെ മനസ്സ് മന്ത്രിച്ചു. ശങ്കരൻ തന്റെ മകൾ വേദയെക്കുറിച്ച് ആലോചിച്ചിരുന്നു. സ്വന്തമായി അധ്വാനിക്കാനും സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാനും വേദയ്ക്ക് കഴിയും. ജീവിതത്തിലെ സങ്കീർണമായ വിഷയങ്ങളിൽ വിവേകത്തോടെ തീരുമാനമെടുക്കാൻ അവൾക്കിപ്പോൾ അറിയാം. ഒരുപക്ഷെ ഈ അകലമെല്ലാം നല്ലതിനായിരിക്കാം. വിക്രമിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കാൻ നീതിക്ക് സാധിക്കുമെന്ന ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉടലെടുത്തു. എങ്കിലും ശ്രീകാന്ത് അപ്രതീക്ഷിതമായി പ്രതികരിച്ചു. അങ്ങനെ അവളും അവനും അങ്ങ് സുഖമായിട്ടൊന്നും ജീവിക്കേണ്ട. ഈ കുടുംബത്തെയും അച്ഛനെയും എന്നെയും എല്ലാവരെയും ധിക്കരിച്ചാണ് അവൾ ഈ വീടിന്റെ പടിയിറങ്ങിപ്പോയത്. എന്നിട്ടിപ്പോ അവൾക്കിനി ഈ വീടിന്റെ ഷെയർ കൊടുക്കണമെന്നോ സ്വത്തിന്റെ പങ്ക് കൊടുക്കണമെന്നോ എന്തൊക്കെയാ ദീപ്തി നീ ഈ പറയുന്നത്? തലയിരിക്കുമ്പോൾ വാലാടേണ്ട. എന്ത് ചെയ്യണമെന്നൊക്കെ അച്ഛന് നന്നായിട്ടറിയാം, ശ്രീകാന്ത് പറഞ്ഞു. ശ്രീകാന്ത് അവിടെ നിർത്തിയില്ല. അവൻ തന്റെ പകയുടെ വാളോങ്ങി. ഞാൻ അവരെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അവരൊരിക്കലും ഒരുമിച്ച് ജീവിക്കാനും പോകുന്നില്ല. വേദയെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളുണ്ടവിടെ, വർഷയുടെ ബ്രദർ ദർശൻ. അത് കണ്ടില്ലെന്ന് നടിക്കാനൊന്നും എനിക്കാവില്ല. ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ശ്രീകാന്ത് ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് പോയി. ദീപ്തി ആ അന്തരീക്ഷം ശാന്തമാക്കാൻ ശ്രമിച്ചു. അച്ഛൻ ഇതൊന്നും കാര്യമാക്കേണ്ട. ഏട്ടൻ അങ്ങനെ പലതും പറയും. ചേച്ചിയുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചേച്ചിക്ക് നന്നായിട്ടറിയാം. അച്ഛനോ നമ്മളോ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ദീപ്തി തുടർന്നു. നല്ല കഴിവും ബുദ്ധിയും സാമർഥ്യമുള്ളവളാണ് എൻ്റെ ചേച്ചി. അവിടെ എങ്ങനെ ജീവിക്കണമെന്നൊക്കെ ചേച്ചിക്ക് നന്നായിട്ടറിയാം. അത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടും ചേച്ചി തിരികെ ഇങ്ങോട്ടേക്ക് വന്നോ? ഇത്ര നാൾ വിക്രമേട്ടനെ ഡീലാക്കാനും ഫ്രീ ആക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതിനെല്ലാം പോരാടി ചേച്ചി ഇതുവരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേച്ചിയുടെ മിടുക്ക് തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ദീപ്തി അവിടെ നിന്നും പോയി. ശങ്കരനാരായണന്റെ മനസ്സിൽ ഒരു ഉൾവിളി പോലെ വേദിയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനുള്ള ചിന്ത ഉടലെടുത്തു. രാത്രി വൈകി ശങ്കരൻ വേദയെ വിളിച്ചു. മോളെ, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിട്ട് തിരികെ വരുമ്പോൾ കാണാം. വേദ സ്നേഹത്തോടെ മറുപടി പറഞ്ഞു. അച്ഛൻ പറയേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. ശരി എന്ന് പറഞ്ഞ് ശങ്കരൻ ഫോൺ വെച്ചെങ്കിലും വേദയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അച്ഛന് തന്നോടെന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് അവൾക്ക് തോന്നി. അല്ലാതെ ഒരിക്കലും വെറുതെ കാണണമെന്നൊന്നും തന്റെ അച്ഛൻ തന്നോട് ആവശ്യപ്പെടില്ല. അവൾ വിക്രമിന്റെ മുറിയിലേക്ക് നടന്നു. വിക്രം കസേരയിലിരിക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു, എന്താ സ്വാമി, ആള് നല്ല ഗൗരവത്തിലാണല്ലോ. ശ്രീകാര്യൻ ശ്രീനിവാസൻ സാറ് പുതിയ ക്ലാസ് എന്തെങ്കിലും തന്നോ? അതോ പുതിയ ജോലി എന്തെങ്കിലും ഏറ്റെടുക്കാനുള്ള ഗൂഢാലോചനയാണോ? ഇത് കേട്ട് ദേഷ്യം വന്ന വിക്രം പ്രതികരിച്ചു. ദേ, നീ മിണ്ടാതിരുന്നോ, ഇല്ലെങ്കിൽ നീ എന്റെ വായിൽ നിന്ന് പലതും കേട്ടേനെ. വേദ ചിരിച്ചു. വിക്രം പടരുന്ന്, എന്താ നിന്റെ ഉദ്ദേശം? ശ്രീനിവാസൻ സാറിനെതിരെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് നീ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. പിടിക്കപ്പെടുന്നത് ശ്രീനിവാസൻ സാർ ആയിരിക്കില്ല, ഞാനായിരിക്കും. അവസാനം ഈ വീട്ടിൽ നിന്നും നിനക്ക് പുറത്തു പോവേണ്ടി വരരുത്. വേദയുടെ മറുപടി ദൃഢമായിരുന്നു. എല്ലാം എനിക്കറിയാം സ്വാമി. അയാളാണ് ഗൂഢാലോചനയുടെ സൂത്രധാരനെന്നും നിങ്ങളെക്കൊണ്ട് എല്ലാം ചെയ്യിക്കുകയായിരുന്നു എന്നും എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എന്റെ ഉദ്ദേശം അയാളുടെ മുഖംമൂടി നിങ്ങൾക്ക് കാട്ടിത്തരണം. നിയമത്തിനും ജനങ്ങൾക്കും മുന്നിൽ അയാൾ ചെയ്ത എല്ലാ കുറ്റങ്ങളും തുറന്നു കാട്ടണം. അതുതന്നെയാണ് എന്റെ ഉദ്ദേശം, അവൾ വാശിയോടെ പറഞ്ഞു. ഇനി ഒരിക്കലും നിങ്ങളെ കൂടെ നിർത്തി അയാൾ ആഗ്രഹിക്കുന്നതൊന്നും തന്നെ നേടിക്കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് എന്റെ വാശിയാണെന്ന് കൂട്ടിക്കോ. വേദ അവിടെ നിന്ന് പോകുമ്പോൾ വിക്രമിന്റെ മനസ്സാകെ അങ്കലാപ്പായി. രണ്ടും കൽപ്പിച്ച് വേദ ഇറങ്ങി പുറപ്പെട്ടതാണെന്നും അവളെ തടയാൻ തനിക്കാവില്ലെന്നും വിക്രം തിരിച്ചറിഞ്ഞു. അടുത്ത ദിവസം രാവിലെ വേദ അച്ഛനെ കാണാനായി അമ്പലത്തിലേക്ക് പോയി. ശങ്കരൻ അവളെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വേദയെ കണ്ടതും വാത്സല്യത്തോടെ അദ്ദേഹം അവളെ നോക്കി. അച്ഛനെ കണ്ട സന്തോഷം വേദയുടെ മുഖത്തും പ്രകടമായിരുന്നു. അച്ഛന്റെ അരികിലേക്ക് ചെന്ന വേദ ചോദിച്ചു, അച്ഛൻ ഇപ്പോ എങ്ങനെയുണ്ട്? ശങ്കരൻ പറയുന്നത്, എനിക്ക് ഇപ്പോ കുഴപ്പമൊന്നുമില്ല മോളെ, മോൾക്ക് സുഖാണോ? വേദ ചിരിച്ചുകൊണ്ട് പറയുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഞാൻ ഹാപ്പിയാണ്. സത്യം പറഞ്ഞ ഇപ്പൊ ഒന്നിനും സമയം കിട്ടുന്നില്ല. ശരിക്കും ആകെ ബിസി ആയതുപോലെ. ഒരു വക്കീൽ കോട്ടണിഞ്ഞ് കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ അച്ഛനല്ലേ? ആ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നില്ലേ? അച്ഛന്റെ പാത പിന്തുടർന്ന് അച്ഛനെ പോലെ ആകാനാണ് ഞാൻ ആഗ്രഹിച്ചത്.
അങ്ങനെ ആവണം എനിക്ക്. അച്ഛന്റെ അനുഗ്രഹം എനിക്ക് വേണം. ശങ്കരൻ സ്നേഹത്തോടെ അത് എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. വേദ, അതെന്താ അച്ഛാ പെട്ടെന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ? ശങ്കരൻ പറയുന്നത്, അതേ മോളെ, പറയാനുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം നീയും ഞാനും അറിഞ്ഞാ മതി. പ്രത്യേകിച്ച് വിക്രമിനോട് നീ ഇത് പറയാൻ നിൽക്കണ്ട. വേദ ആശങ്കയോട് ശങ്കരനെ നോക്കി. ശ്രീകാന്തിന്റെ ഉദ്ദേശം വിക്രമിന്റെ നാശം കാണുക എന്ന് മാത്രാണ്. നിങ്ങളെ തമ്മിൽ അകറ്റാനാണ് ശ്രീകാന്ത് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് അവൻ അനുസരിക്കാനൊന്നും തയ്യാറാവുന്നില്ല. ഞാൻ അറിയാതെയാണ് ഓരോ കാര്യങ്ങളും അവൻ പ്ലാൻ ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും. അതിനുവേണ്ടി അവൻ ഇപ്പോൾ പലരെയും കൂട്ടുപിടിക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. തൽക്കാലം മോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എപ്പോഴും വിക്രമിന്റെ മേൽ നിന്റെ ഒരു കണ്ണുണ്ടാവണം. വിക്രമിനെ തോൽപ്പിക്കാൻ ഏതറ്റം വരെയും ശ്രീകാന്ത് പോവും. വേദ പറഞ്ഞിട്ട്, അതൊക്കെ എനിക്കറിയാം അച്ഛാ. വിശ്വേട്ടനെ കള്ളക്കേസ് കൊടുത്തു തന്നെ ആ വീട്ടുകാരെ ദ്രോഹിക്കാൻ ശ്രമിച്ചതെല്ലാം തന്നെ അച്ഛൻ അറിയാലോ. ശങ്കരൻ പറഞ്ഞിട്ട്, അതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ശ്രദ്ധ എപ്പോഴും വേണം. പിന്നെ ഒരു കാര്യം കൂടെ മോളോട് മാത്രം പറയേണ്ട കാര്യമാണ്. എന്താ അച്ഛാ? വേഗ ആകാംക്ഷയോടെ ചോദിച്ചു. ശങ്കരൻ വിഷാദത്തോടെ പറയുന്നത്, മോള് ഞങ്ങളെ വിട്ടുപോയിട്ട് 1 വർഷം തികയാൻ പോകുന്നു. ഇത്രയും നാളായിട്ട് മോൾക്ക് തരേണ്ട അവകാശങ്ങളൊന്നും തന്നെ ഞാൻ തന്നിട്ടില്ല. അതിനൊരു തീരുമാനം അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം. മോൾക്കുള്ള ഷെയർ അത് എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ തരും. ഞാൻ എത്ര കാലം ആരോഗ്യത്തോടെ ഇങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയില്ലല്ലോ. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അത് കേട്ടപ്പോൾ വേദിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. അച്ഛൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. എനിക്കൊന്നും വേണ്ട അച്ഛാ. എനിക്ക് അച്ഛൻ്റെ സ്നേഹം മാത്രം മതി. ശങ്കരൻ ചിരിച്ചുകൊണ്ട് പറയുന്നത്, അതൊന്നും പറ്റില്ല മോളെ. ഞാൻ ശരിയായ സമയത്ത് വിളിക്കാം. അപ്പോ മോള് വരണം. ശരിയെന്നാ. ശങ്കരൻ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ വേദയുടെ കണ്ണുകൾ കണ്ണുകളോടെ ആ പോക്ക് തന്നെ ഇങ്ങനെ നോക്കി നിന്നു. പിറ്റേ ദിവസം പുലർച്ചെ വിക്രം കുളിച്ച് ഭഗവാന്റെ മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വേദ വിക്രമിന്റെ മുറിയിലേക്ക് ചെന്നു. ഭഗവാനെ നോക്കി കൈ കൂപ്പി പ്രാർത്ഥിച്ചു നിൽക്കുന്ന വിക്രമിനെ കണ്ട് അവൾക്ക് ഒത്തിരിയധികം സന്തോഷമായി. വിക്രമിന്റെ ഈ മാറ്റം എന്നെന്നും നിലനിൽക്കണമെന്ന പ്രാർത്ഥനയോടെ വേദ വിക്രമിന്റെ അരികിലോട്ട് പോയി. വേദയെ കണ്ടതും വിക്രം ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. എന്നിട്ട് കട്ടിലിൽ ചെന്നിരുന്നു. വേദ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നീ സത്യം പറയണം. വേദ പറയുന്നത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിക്രം? നിങ്ങൾ സത്യം പറയണം. വിക്രം വേദയുടെ മുഖത്തേക്ക് നോക്കി. എന്താ കാര്യം? എന്നാൽ വേദയുടെ ചോദ്യം കാതലായതായിരുന്നു. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നില്ലേ ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണമെന്ന്? ആ പാവമായിരുന്ന പണ്ടത്തെ വിക്രമിനോട്ട്, ഒരു മുള്ളിനെ പോലും നോവിക്കാൻ ആഗ്രഹിക്കാത്ത ആ പഴയ ജീവിതത്തിലോട്ട്? വിക്രം നിഷേധിച്ചു. ഇല്ല, ആ ജീവിതം എനിക്ക് ദുരന്തങ്ങളായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. അന്നേരം വേദ ചോദിക്കുന്നതിന്, അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയല്ലേ? ചെയ്യാത്ത കുറ്റം തലയിൽ എടുത്തു വെച്ചത് നിങ്ങൾ തന്നെയല്ലേ? വിക്രം ഒന്ന് നെടുവീർപ്പിട്ടു. അതെന്റെ വിധിയാണ്. ആരെയും ഞാൻ കുറ്റം പറയില്ല. ഇനി അതൊന്നും തിരുത്തിയെഴുതാനൊന്നും എനിക്കെന്നല്ല, ആർക്കുമാവില്ല. വേദയുടെ ചോദ്യം വിക്രമിനെ പിടിച്ചുലച്ചു. വിക്രം, സ്വന്തം അച്ഛനെങ്കിലും അറിയണ്ടേ താനല്ല അത് ചെയ്തതെന്ന്? വിനായകൻ ചേട്ടനാണ് ചെയ്തതെന്ന് അങ്ങ് തുറന്നു പറഞ്ഞൂടേന്ന് ചോദിക്കും. വേദയുടെ ആ ഒരു ചോദ്യം കേട്ടതോടുകൂടി തന്നെ വിക്രം ആകെ ഞെട്ടിത്തെറിച്ചു നിന്നു. തനിക്ക് മാത്രം അറിയാവുന്ന ആ സത്യം എങ്ങനെ വേദ തിരിച്ചറിഞ്ഞു എന്നോർത്ത് അയാൾ ആകെ പകച്ചു നിന്നു. വേദ വിക്രമിനോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആ ശ്രീകുമാർ ആരാണെന്നറിയാമോ? ഇത് കേട്ട് വിക്രം അങ്ങ് പകച്ചു നിന്നു. അന്നേരം വേദ പറഞ്ഞത്, നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞ ആ 2 പേരിൽ ഒരാൾ. അയാളെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അന്നേരം വേദയുടെ ചോദ്യമെല്ലാം കേട്ട സമയത്തിന് എന്ത് തിരിച്ചു മറുപടി പറയണമെന്നറിയാതെ വിക്രം ആകങ്ങനെ ഞെട്ടിത്തെറിച്ചു നിന്നു. വിക്രമിനോട് വേദ കാര്യങ്ങളൊക്കെ തുടർന്നു പറഞ്ഞു. വിക്രമിനോട് വേദ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നുണ്ട്, വേദ, നീ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? വിനായകൻ ചേട്ടനാണ് ആ ബാഗിൽ മയക്കുമരുന്ന് വെച്ചതെന്നൊക്കെ. അന്നേരം വേദ പറയുന്നത്, അതൊക്കെ ഞാൻ അറിഞ്ഞു. എന്റെ ജോലി അതായി പോയില്ലേ സ്വാമി? ഈ സത്യം അച്ഛനെങ്കിലും അറിയണം. ഇതിന്റെ പേരിൽ നിങ്ങൾ ഇനിയും ഇങ്ങനെ ഒറ്റക്കാരനായി ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ പാടില്ല. നിങ്ങളല്ല അത് ചെയ്തത്, വിനായകൻ ചേട്ടനാണെന്ന് നിങ്ങൾ പറയണ്ട. ചേട്ടനെ കൊണ്ട് ഞാൻ തന്നെ പറയിപ്പിക്കും. അധികം വൈകാതെ തന്നെ അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അന്നേരം വിക്രം അവളെ തടഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, വേദ, അച്ഛനൊന്നും അറിയണ്ട എന്ന് പറയും. വേദ വാശിയോടെ പറയുന്നുണ്ട്, ഇല്ല, പറ്റില്ല, അച്ഛനെല്ലാം അറിയണം. യഥാർത്ഥ കുറ്റവാളി എല്ലാവരുടെയും മുന്നിൽ ആരാണെന്ന് സമർത്ഥമായി നടക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങൾ ഇങ്ങനെ ഒറ്റക്കാരനായി തല താഴ്ത്തി നിൽക്കാൻ പാടില്ല. അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അച്ഛനെങ്കിലും അല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവരെങ്കിലും ഈ ഒരു കാര്യം അറിയണം. വാശിയോടെ സംസാരിക്കുന്ന വേദയെ വിക്രം കണ്ണെടുക്കാതെ നോക്കി നിന്നു. വേദ പറയുന്നത്, എല്ലാം അറിയുമ്പോൾ അച്ഛൻ നിങ്ങളോട് ക്ഷമിക്കും. ആ പണ്ടത്തെ സ്നേഹവും ഇഷ്ടവും നിങ്ങളോടുണ്ടാവും. ഇനി ഒരിക്കലും തെറ്റായ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കരുത്. ശ്രീകാര്യം ശ്രീനിവാസൻ സാറിന്റെ വാക്ക് കേട്ട് ഒരു അടിമയെ പോലെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. അച്ഛന്റെ പ്രിയപ്പെട്ട മകനായി പണ്ടത്തെ വിക്രമായി നിങ്ങൾ ഇനി ജീവിക്കണം.
അതെനിക്ക് കാണണം. അത് ഞാൻ അമ്മക്ക് കൊടുത്ത വാക്കാണ്. അതെനിക്ക് പാലിക്കണം. വേദ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അവസാനമായി അവൾ പറയുന്നുണ്ട്, എന്നിട്ട് എനിക്ക് പറയാനുള്ള കാര്യം അത് പറയണം. അതിനുള്ള മുഹൂർത്തം അധികം വൈകാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇത് കേട്ടപ്പോൾ വിക്രമിന്റെ മനസ്സിൽ ഒരു കുളിര് തോന്നി, ഒപ്പം ഒരു പ്രതീക്ഷയും. അങ്ങനെ വേദ വിക്രമിനെ തന്റെ ജീവനോളം സ്നേഹിക്കുന്ന സമയത്തിന് ആ ഒരു സ്നേഹം അതിന്റെ ഇരട്ടിയായി തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വെമ്പുന്ന വിക്രമിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡൊക്കെ ഞാൻ ഓൾറെഡി ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യണേ.